നമസ്കാരം. ഭഗവാൻ ശ്രീമുരുകൻ ശ്രീപരമേശ്വരന് പ്രണവമന്ത്രോപദേശം ചെയ്ത പുണ്യമലയാണ് സ്വാമിമല. അതേപോലെ ശിവഭഗവാൻ പുത്രൻ മുരുകന് മന്ത്രോപദേശം ചെയ്തൊരു മലയുണ്ട്. ശ്രീമുരുകന്റെ 6 പടവീടുകൾക്കും മുമ്പേയുള്ള ആദി പടവീടെന്ന് അറിയപ്പെടുന്ന ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு വേലായുധ സ്വാമി തിരുക്കോവിൽ സെഞ്ചേരിമല. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ജില്ലയിൽ പൊള്ളാച്ചിപ്പല്ലടം വഴിയിൽ സെഞ്ചേരിമല എന്ന ചെറുമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമുരുകൻ വേലായുധസ്വാമി എന്ന നാമത്തിൽ വള്ളിദേവയാനി സമേതനായി അനുഗ്രഹം ചൊരിയുന്നു. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവാന്റെ ഉത്സവമൂർത്തി വള്ളിദേവയാനി സമേത മുത്തുകുമരസ്വാമിയാണ്. നക്കീരരുടെ തിരുമുരുകാറ്റുപടയിലാണ് ശ്രീമുരുകന്റെ 6 പട വീടുകളെ പറ്റിയുള്ള പരാമർശമുള്ളത്. ശൂരപത്മനെ വധിക്കുന്നതിനും എത്രയോ മുമ്പേ ശ്രീമുരുകന് ശിവഭഗവാൻ ശത്രുസംഹാര മന്ത്രം ഉപദേശിച്ച ഇടം എന്നതിനാൽ ഇവിടം ശ്രീമുരുകന്റെ ആദി പടവീട് എന്ന രീതിയിലും പ്രശസ്തിയാർജിക്കുന്നു. തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഇവിടത്തെ ശ്രീമുരുകനെ തിരുപ്പുകഴിൽ പാടിയിട്ടുണ്ട്. അമ്മയപ്പ പുലവർ മന്ത്രാചല മാമാല മുരുകനെ പറ്റി രചിച്ചിട്ടുണ്ട്. തെഞ്ചേരിമല എന്നായിരുന്ന മലയാണ് പിന്നീട് കാലപ്പോക്കിൽ സെഞ്ചേരിമല എന്നായത്. മന്ത്രങ്ങൾ തന്നെ മലരൂപത്തിൽ നിൽക്കുന്നതിനാൽ ഈ മലയ്ക്ക് മന്ത്രാചലം, മന്ത്രഗിരി എന്നെല്ലാം നാമങ്ങളുണ്ട്. അതിനാൽ ഇവിടെയുള്ള മുരുകൻ മന്ത്രാചലമൂർത്തി, മന്ത്രമുരുകൻ എന്നിങ്ങനെയും ഇപ്പോഴിത് മന്ത്രി മുരുകൻ, മന്ത്രിയപ്പർ എന്നും അറിയപ്പെടുന്നു. ഭോഗർ സിദ്ധർ ഈ മലയിൽ ചില കാലം താമസിച്ചിട്ടുണ്ട്. ശ്രീമുരുകൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്ത് നവപാഷാണ ദണ്ഡായുധപാണി ശില നിർമ്മിക്കാനുള്ള സൂക്ഷ്മവിധികളും ഉപദേശിച്ച ശേഷമാണ് ഭോഗർ സിദ്ധർ പഴനിയിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. വാമദേവർ സിദ്ധർ മലയടിവാരത്തിൽ ആശ്രമം നിർമ്മിച്ച് ശ്രീമുരുകനെ പൂജിച്ചതായും പറയപ്പെടുന്നു. ബ്രഹ്മദേവൻ തന്റെ പാപം നീങ്ങാൻ ഈ മലയിൽ താമസിച്ച് നോമ്പെടുത്തിട്ടുണ്ട് എന്നാണ് ഐതിഹ്യം. മാണിക്യവാസകർ മന്ത്രമലയെപ്പറ്റി തിരുവാസകത്തിൽ പരാമർശിച്ചിട്ടുള്ളതായും പറയപ്പെടുന്നു. സെഞ്ചേരി മല എന്നത് ഏകദേശം 150 അടി ഉയരത്തിലുള്ള ഒരു ചെറുമലയാണ്. ക്ഷേത്രത്തിലേക്ക് കയറുവാൻ ഏകദേശം 252 പടികളുണ്ട്. അതല്ലാതെ സ്വകാര്യ വാഹനങ്ങൾക്ക് ക്ഷേത്ര മുൻവശം വരെ എത്തുവാൻ മനോഹരമായ വണ്ടിപ്പാതയുമുണ്ട്. ഭക്തരുടെ വാഹനങ്ങൾ ക്ഷേത്രത്തിൽ പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലവുമുണ്ട്. ക്ഷേത്രത്തിലുള്ള എക്കാലത്തും വറ്റാത്ത ശൈലോദക തീർത്ഥം എന്ന ജ്ഞാനതീർത്ഥം വളരെ പ്രശസ്തിയുള്ളത്. അതേപ്പറ്റിയുള്ള ഐതിഹ്യം ഇപ്രകാരം: മന്ത്രമല അടിവാരത്തിൽ യുഗങ്ങൾക്ക് മുമ്പ് വാമദേവർ സിദ്ധർ ആശ്രമം നിർമ്മിച്ച് തന്റെ ശിഷ്യന്മാരോടൊപ്പം താമസിച്ചു വന്നിരുന്നു. അവിടെ അഗസ്ത്യർ, അത്രി മഹർഷി, വ്യാസമഹർഷി, കലക്കോട്ട് മുനിവർ എന്നിങ്ങനെ പല മുനിമാരും എത്തി തപസ്സനുഷ്ഠിക്കുക പതിവായിരുന്നു. ഒരു നാൾ അവിടെ എത്തിയ നാരദ മഹർഷി, ആര് തപനിഷ്ഠയിൽ മികച്ചവരോ അവർക്ക് എന്റെ പ്രണാമം എന്ന് പറഞ്ഞു. തപത്തിൽ മികച്ചയാൾ അഗസ്ത്യർ, അതിനാൽ നാരദരുടെ പ്രണാമം അഗസ്ത്യർക്ക് എന്ന് മറ്റു മുനിമാർ സമ്മതിച്ചു. പക്ഷേ വ്യാസമഹർഷി അത് സമ്മതിച്ചു കൊടുത്തില്ല. ആ സമയം ശ്രീപരമേശ്വരൻ അവിടെ എത്തി തപസ്സിൽ മികച്ചവർ അഗസ്ത്യർ എന്ന് തീർപ്പു കൽപ്പിച്ചു. അഗസ്ത്യർ അഹങ്കാരം ലവലേശമില്ലാതെ വടക്ക് ദിശയിൽ അമർന്ന് വീണ്ടും തപസ് ആരംഭിച്ചു. അഗസ്ത്യരുടെ തപസ്സിൽ സംപ്രീതനായ ശിവഭഗവാൻ അഗസ്ത്യരുടെ അഭ്യർത്ഥന പ്രകാരം അഗസ്ത്യർക്ക് പൂജകൾക്കായി ശൈലോദക തീർത്ഥം സൃഷ്ടിച്ച് ഈ തീർത്ഥത്തിൽ നീരാടുന്നവരുടെ പാപങ്ങൾ പൂർണ്ണമായും മാറും എന്നനുഗ്രഹിച്ചു. മലമുകളിലുള്ള ഈ തീർത്ഥത്തിൽ നിന്നാണ് ശ്രീമുരുകന് അഭിഷേകത്തിനുള്ള ജലമെടുക്കുന്നത്. ഇന്നിപ്പോൾ ആ തീർത്ഥം ജ്ഞാനതീർത്ഥം എന്നറിയപ്പെടുന്നു. ഇത് ഗംഗയ്ക്ക് തുല്യമായ തീർത്ഥമാണെന്നാണ് ഐതിഹ്യം. ശ്രീമുരുകൻ പിതാവായ ശിവഭഗവാന് പ്രണവമന്ത്രോപദേശം ചെയ്ത മലയാണ് സ്വാമിമല. എന്നാൽ ശിവഭഗവാൻ ശ്രീമുരുകന് ശത്രുസംഹാര മന്ത്രം ഉപദേശം ചെയ്ത പുണ്യമലയാണ് സെഞ്ചേരിമല. ആ കഥ ഇങ്ങനെ: ദേവലോകത്തിൽ ശൂരപത്മന്റെ ഉപദ്രവം അസഹ്യമായി തുടങ്ങിയപ്പോൾ ദേവന്മാരും ഋഷികളും ശിവഭഗവാനെ അഭയം പ്രാപിച്ചു. ശൂരപത്മനെ വധിക്കേണ്ട ആവശ്യം മനസ്സിലാക്കിയ ശിവഭഗവാൻ തന്റെ തൃക്കണ്ണിൽ നിന്നും ശ്രീമുരുകനെ സൃഷ്ടിച്ചു. അസുരന്മാർ പല മായവിദ്യകളും അഭ്യസിച്ചവർ. ശ്രീമുരുകനാവട്ടെ ബാലൻ. അസുരന്മാരെ നശിപ്പിക്കാൻ ശ്രീമുരുകൻ ശത്രുസംഹാര മന്ത്രോപദേശം ശ്രവിക്കേണ്ടത് അത്യാവശ്യം എന്ന് ശ്രീപാർവതി ചിന്തിച്ചു. അതിനായി ശിവഭഗവാനോട് പുത്രന് ഈ മന്ത്രം ഉപദേശം ചെയ്യണം എന്നാവശ്യപ്പെട്ടു. ഭഗവാൻ മാതാ പാർവതിയോടായി, ശ്രീമുരുകൻ ശിവപുത്രനാണെങ്കിലും അത്ര പെട്ടെന്നൊന്നും ഈ മന്ത്രം ഉപദേശം ചെയ്യാനാവില്ല, അതിന് കഠിന തപം അത്യാവശ്യം എന്നുര ചെയ്തു. പിന്നീട് ഭഗവാൻ ശ്രീമുരുകനെ അടുത്തു വിളിച്ച് 4 വേദങ്ങളായി ഇരിക്കുന്ന കടമ്പു മരവും ദർഭപ്പുല്ലും ഗംഗ ഉദ്ഭവിക്കുന്ന ഇടവും മഹാവിഷ്ണുവിന് ശിവദീക്ഷ ലഭിച്ച ഇടവും ഒന്നുചേർന്ന സ്ഥലം കണ്ടുപിടിച്ച് തപസ് ചെയ്യേ എന്ന് നിർദ്ദേശിച്ചു. ശ്രീമുരുകൻ തന്റെ മയിൽവാഹനത്തിലേറി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. മന്ത്രങ്ങൾ തന്നെ ഓംകാര രൂപത്തിൽ നിൽക്കുന്ന സെഞ്ചേരി മല കണ്ട് അവിടെ ഇറങ്ങി. അവിടെ ആറ്റിൻകരയിൽ മാത്രം കണ്ടുവരുന്ന മന്ത്രങ്ങളെ ആകർഷിക്കാൻ ശക്തിയുള്ള ദർഭപ്പുല്ല് പാറപ്പുറത്ത് കണ്ടു. ഗംഗയ്ക്ക് തുല്യമായ തീർത്ഥവും വേദങ്ങളായി നിൽക്കുന്ന കടമ്പു മരവും കണ്ടു. മലയുടെ അതേ നേർരേഖയിൽ മഹാവിഷ്ണുവിന് ശിവദീക്ഷ കിട്ടിയ വിണ്ടുമല എന്ന ചിഹ്നമലയും ദർശിച്ചു. ഇവിടം തപസ്സനുഷ്ഠിക്കുവാൻ പറ്റിയ സ്ഥലമാണെന്ന് തീരുമാനിച്ച് ശ്രീമുരുകൻ കഠിന തപസ്സിൽ മുഴുകി. വളരെ കാലം നീണ്ട തപസ്സിൽ സംപ്രീതനായ ശ്രീപരമേശ്വരൻ ശ്രീമുരുകന് കൈലാസ ദർശനം നൽകി തന്റെ മകന് ശത്രുക്കളെ ജയിക്കാൻ ശത്രുസംഹാര മന്ത്രം ഉപദേശം ചെയ്തു.
അതിനാൽ ഈ മലയ്ക്ക് മന്ത്രഗിരി എന്നും ഭഗവാൻ മന്ത്രാചലമൂർത്തി എന്നും മന്ത്രാചല വേലായുധ സ്വാമി എന്നും അറിയപ്പെട്ടു. ശൂരപത്മനെ വധിക്കുന്നതിനും എത്രയോ മുമ്പേ ശ്രീമുരുകൻ ഇവിടെ പിതാവിൽ നിന്നും മന്ത്രോപദേശം സ്വീകരിച്ചതിനാൽ ഇവിടം ശ്രീമുരുകന്റെ ആദി പടയവീട് എന്ന് അറിയപ്പെട്ടു. കൂട്ടത്തിൽ ശിവഭഗവാൻ 11 ഏകാദശി രുദ്രന്മാരെ ശ്രീമുരുകന് ആയുധമായി കൊടുത്തു. പിന്നീട് മാതാവ് ശ്രീപാർവതി പുത്രന് സിക്കലിൽ വജ്രവേലും ആയുധമായി നൽകി. ശ്രീമുരുകൻ ശൂരപത്മനെ വധിച്ച ശേഷം തിരുപ്പറങ്കുன்றത്തിൽ ദേവയാനിയെ വിവാഹം ചെയ്ത ശേഷം ഈ വഴി വരുമ്പോൾ ഇവിടെ വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം. സെഞ്ചേരി മലയിൽ ശ്രീമുരുകൻ 6 മുഖത്തോടെയും 12 കരങ്ങളോടെയും മയിൽവാഹനത്തോടെയാണ് ദർശനം തരുന്നത്. ഇടതുകരങ്ങളിൽ ഒന്നിൽ ആയുധം പൂവൻകോഴിയാണ്. പൂവൻകോഴി ആയുധമാക്കിയുള്ള ശ്രീമുരുകന്റെ ശില ഏഷ്യയിൽ തന്നെ ഇവിടെ മാത്രമേയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഇത് ശ്രീമുരുകൻ ശൂരപത്മനെ വധിക്കുന്നതിന് മുമ്പുള്ള ആദ്യ പടയവീടാണെങ്കിൽ ഈ മയിലും കോഴിയും എവിടെ നിന്ന് വന്നു? ശ്രീമുരുകൻ ശൂരപത്മനെ വധിച്ച് 2ആയി പിളർന്നല്ലേ മയിലും പൂവൻകോഴിയുമാക്കിയത് എന്നെല്ലാം ഇത് കേൾക്കുന്നവരിൽ ചിലർക്കെങ്കിലും സംശയം തോന്നാം. ആദ്യകാലത്തിലിരുന്നേ ഇന്ദ്രൻ മയിൽ രൂപത്തിലും അഗ്നിദേവൻ പൂവൻകോഴിയുടെ രൂപത്തിലും ദേവസേനാപതി ശ്രീമുരുകനൊപ്പം ഉണ്ടായിരുന്നെന്നും ശൂരപത്മവധത്തിനു ശേഷം ഇരുവരും അവരുടെ സ്വയരൂപങ്ങളിലേക്ക് മാറി എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷം പഴക്കം തോന്നിക്കുന്ന സെഞ്ചേരിമല വേലായുധ സ്വാമി തിരുക്കോവിൽ കരികാല ചോഴനാൽ നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് അനുമാനം. പിന്നീട് 13ആം നൂറ്റാണ്ടിൽ വീരപല്ലാലമന്നനാൽ പുനർനിർമ്മിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നു. മലയിലേക്ക് കയറുന്ന പടികളുടെ തുടക്കത്തിൽ വലിയൊരു ആർച്ച് കാണാം. പടികൾ കയറി തുടങ്ങുമ്പോൾ ഇടതുവശത്തായി പാദഗണപതി സന്നിധിയും വലതുവശത്ത് ശ്രീമുരുകന്റെ സന്നിധിയും. അടിവാരത്തുള്ള ഗുഹകോവിലിൽ ബാലദണ്ഡായുധപാണി ശിലയുമുണ്ട്. കുറച്ചുകൂടി പടികൾ കയറി മേലെ പോയാൽ വലതുവശത്തായി ചന്ദന ഗണപതി സന്നിധി, ഇടതുവശത്തായി അടുത്തടുത്ത് ഹിഡുമ്പൻ സന്നിധിയും സപ്തകന്യകുമാർ സന്നിധിയും. കുറച്ചുകൂടി മേലോട്ട് നടന്നാൽ കുഴന്തേ കുമരർ സന്നിധി. പടികൾ കയറിപ്പോകുന്ന ഭക്തർക്ക് സ്ഥലതീർത്ഥവും സ്ഥലവർഷവും ദർശിക്കാം. മലയുടെ മുകളിൽ കുറച്ച് പരന്നയിടത്താണ് സെഞ്ചേരിമല വേലായുധ സ്വാമി തിരുക്കോവിൽ. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ വലിയൊരു മണ്ഡപം, കൊടിമരം, മയിൽവാഹനം. പ്രധാന സന്നിധിയിൽ താമരപീഠത്തിൽ ശ്രീമുരുകൻ 6 മുഖത്തോടെയും 12 തിരുക്കരങ്ങളോടെയും വലത് കരങ്ങളിൽ അങ്കുശം, കത്തി, കേടയം, മണി, അഭയമുദ്രയോടെയും ഇടതുകരങ്ങളിൽ പൂവൻകോഴി, പാശം, വിൽ, അമ്പ്, ഗദ, വരദമുദ്രയോടെയും വള്ളിദേവയാനി സമേതനായി വേലായുധസ്വാമി എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്നു. വലതുഭാഗത്താണ് മയിൽ. സാധാരണ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ 6 മുഖങ്ങളിൽ 5 എണ്ണം ഭക്തർക്ക് കാണാവുന്ന രീതിയിലും ഒന്ന് പിൻവശത്തുമായിരിക്കും. എന്നാൽ ഇവിടെ 6 മുഖവും 8 ദിശകളിലേക്ക് നോക്കുന്നത് പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഭഗവാന്റെ കയ്യിലെ ആയുധമായ പൂവൻകോഴി ഗർഭഗൃഹത്തിലെ മങ്ങിയ വെളിച്ചത്തിൽ ഭക്തർക്ക് മനസ്സിലാകണമെന്നില്ല. എന്നാൽ ഉത്സവമൂർത്തിയുടെ വിഗ്രഹത്തിൽ ഭക്തർക്കത് വ്യക്തമായി മനസ്സിലാക്കാനാവും. അതേ മണ്ഡപത്തിൽ ശ്രീമുരുകന്റെ അടുത്തു തന്നെയാണ് കൈലാസനാഥർ, പെരിയനായകിയമ്മൻ, മന്ത്രസിദ്ധി വിനായകർ സന്നിധികൾ. ക്ഷേത്രപ്രകാരത്തിൽ കാലഭൈരവർ, കയ്യിൽ ശിവലിംഗത്തോടെ മഹാവിഷ്ണു, ദക്ഷിണാമൂർത്തി, ദുർഗ, ബ്രഹ്മാവ്, ചണ്ഡികേശ്വരർ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളും ഉത്സവമൂർത്തികളായി ആനന്ദ നടരാജരെയും ശിവകാമി അമ്പാളെയും ദർശിക്കാം. ക്ഷേത്രത്തിൽ മനോഹരമായൊരു തങ്കത്തേരുമുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചു ദൂരെ നേർരേഖയിൽ മഹാവിഷ്ണുവിന് ശിവദീക്ഷ കിട്ടിയ ചിന്നമല കാണാം. മലയടിവാരത്തിൽ വേപ്പണ്ണസ്വാമി ജീവസമാധിയുമുണ്ട്. പ്രധാനമായും ഈ ക്ഷേത്രം സന്ദർശിച്ച് ശ്രീമുരുകനെ പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ, ശത്രുക്കൾ ഉണ്ടാവില്ല. പിതൃദോഷം മാറും. ത്രിശതി അർച്ചനയും ശത്രുസംഹാര പൂജകളും ഇവിടെ നടക്കുന്നുണ്ട്. 12 വാരം ചെവ്വരളിപ്പൂ, ചെവ്വാഴപ്പഴം ഭഗവാന് സമർപ്പിച്ച് ജാതകം വെച്ച് പൂജിച്ചാൽ വേഗം വിവാഹഭാഗ്യം സിദ്ധിക്കും. ഷഷ്ടിവ്രതമെടുത്ത് ശ്രീമുരുകനെ പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ നടക്കുന്ന പൗർണമി ഗിരിവലവും പ്രസിദ്ധമാണ്. കാലിന് അസുഖമുള്ളവരും നടക്കാൻ പ്രയാസമുള്ളവരും ഇവിടെ എത്തി ശ്രീമുരുകനെ പ്രാർത്ഥിച്ചാൽ 1 വർഷത്തിനുള്ളിൽ ഗുണമാവുമെന്നാണ് വിശ്വാസം. അസുഖം മാറിയവർ സ്വന്തം കാലുകളുടെ അടയാളങ്ങൾ മലമുകളിൽ കൊത്തിവെക്കുന്ന ശീലവും ഇവിടെയുണ്ട്. തമിഴ് പുതുവർഷത്തിൽ ഭഗവാന്റെ അഭിഷേകം ദർശിച്ചാൽ 108 ഷഷ്ടിവ്രതം നോറ്റ പുണ്യമാണെന്നാണ് പറയുന്നത്. അതല്ലാതെ ഭക്തർ കാതുകുത്തിയും പാൽക്കാവടിയെടുത്തും പാൽക്കുടമെടുത്തും വഴിപാട് നിറവേറ്റുന്നു. പിറന്ന മുടിയും കറന്ന പാലും വേലായുധസ്വാമിക്ക് എന്നൊരു വായ്മൊഴി ഇവിടെയുണ്ട്. മന്ത്രമലയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമവാസികൾ തങ്ങളുടെ പശുക്കൾ പ്രസവിക്കുമ്പോൾ ആദ്യം കറക്കുന്ന പാല് ഭഗവാന് സമർപ്പിക്കുന്നു. അതേപോലെ കുഞ്ഞുങ്ങളുടെ ആദ്യം മുടിയിറക്കുന്നതും ഇവിടെയാണ്. ഗ്രാമവാസികൾ കുഞ്ഞുങ്ങൾക്ക് മന്ത്രഗിരി എന്ന് പേര് വയ്ക്കുന്നതും സഹജമാണ്. പുതിയ വ്യാപാരങ്ങളോ പുതിയ കാര്യങ്ങളോ തുടങ്ങുന്നവർ മുരുകൻ കോവിലിൽ പൂ കേൾക്കുന്നത് പോലെ ഇവിടെ പൂവിഴുതൽ പ്രധാനമാണ്. ഭക്തരുടെ ആവശ്യപ്രകാരം പൂജാരി ഭഗവാന്റെ വലതുകരത്തിലും ഇടതുകരത്തിലും ഓരോ പൂ വയ്ക്കുന്നു. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ വലതുകരത്തിലെ പൂ താഴെ വീണാൽ ശുഭം, കാര്യങ്ങൾ തുടങ്ങാം. ഇടതുകരത്തിലെ പൂ വീണാൽ അശുഭം, കാര്യങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. 2 കരത്തിലെ പൂവും വീണാൽ മധ്യമം, 2 കരത്തിലെ പൂവും വീഴാതിരുന്നാൽ ആലോചിക്കുന്ന കാര്യത്തിന് കാലതാമസമെടുക്കും എന്നിങ്ങനെയാണ് വിശ്വാസം. ക്ഷേത്രവൃക്ഷം കടമ്പ്, കരുന്നുച്ചി, പേരില്ലാമരം. ക്ഷേത്രതീർത്ഥം ശൈലോദക തീർത്ഥം എന്ന ജ്ഞാനതീർത്ഥം, വള്ളിസുനെ, സരസ്വതി തീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്.
തൈമാസത്തിൽ 11 നാൾ ബ്രഹ്മോത്സവം, വൈകാശി വിശാഖം, തൃക്കാർത്തിക, കന്തഷഷ്ടി, ഐപ്പശി അന്നാഭിഷേകം, ശിവരാത്രി, തേരോട്ടം, തമിഴ് പുതുവർഷ ദിനം കൂടാതെ മാസാമാസമുള്ള കാർത്തിക നക്ഷത്രവും ചൊവ്വ വെള്ളി ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ, പല്ലടത്ത് നിന്ന് 24 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുപ്പൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.